ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഖുദ് സേ പ്യാർ എന്ന പാഠഭാഗം പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കതിൻ്റെ ആക്ടിവിറ്റി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, പോയത്തിൻ്റെ സൈഡിൽ തന്നിരിക്കുന്ന ചോദ്യത്തിലേക്ക് നോക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ബഹ് ദേ സകെ ആകെ, അതിനെ നൽകാൻ കഴിയുന്നു ആകെ അഗ്നിയെ. യഹാം ഇവിടെ. ആഗ് കെ ക്യാ മതലബ് ഹേ, ആഗ് എന്ന വാക്കിൻ്റെ മതലബ് ആശയം അല്ലെ അർത്ഥം എന്താകുന്നു എന്നാണ് ചോദ്യം. അതിന് അഗ്നിയെ നൽകാൻ കഴിയുന്നു. ഇവിടെ ആഗ് എന്ന വാക്കിൻ്റെ മാത്രം അർത്ഥം എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ എഴുതി കൊടുക്കുക ധൂപ് എന്ന്. എന്താ എഴുതേണ്ടത്? ധൂപേ. നെക്സ്റ്റ് അടുത്ത നോക്കിയേ, ദർക്കത്ത് സേ ആപ്നെ ക്യാ സമച്ച, ദർക്കത്ത് എന്ന വാക്കുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ദർക്കത്ത് എന്ന് വെച്ചാൽ നമ്മൾ പോയത്തിൽ പഠിച്ചു മരം. അപ്പോൾ എഴുതി കൊടുക്കുക പേട്. അതിൻ്റെ ആൻസർ എന്തെഴുതണം? പേട് എന്നെഴുതുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഖുദ് സേ പ്യാർ കർന, ഖുദ് സേ പ്യാർ കർന സ്വയം സ്നേഹിക്കുക അല്ലേ? ആ വാക്കുകൊണ്ട് സേക്യാ അർത്ഥ നികൽത്താ ഹേ, എന്ത് അർത്ഥമാണ് ഉള്ളത്? ആ ഖുദ് സേ പ്യാർ എന്ന വാക്കുകൊണ്ട് എന്ത് അർത്ഥമാണ്? ആൻസർ എഴുതി കൊടുക്കണം. അപ്പനെ ആപ് സേ പ്യാർ കർന, നാം എന്ത് ചെയ്യണം? നമ്മളെ സ്നേഹിക്കുക. അപ്പനെ ആപ്സെ, സ്വയം സ്നേഹിക്കുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം കേട്ടോ. അങ്ങനെ എഴുതി കൊടുക്കണം, അപ്പനെ ആപ്സെ പ്യാർ കർന എന്ന്. നെക്സ്റ്റ് ആക്ടിവിറ്റീസ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ടെക്സ്റ്റിൽ തന്നെ തന്നിരിക്കുകയാണ്. ടീച്ചേഴ്സ് അങ്ങനെ തന്നെയായിരിക്കും ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. നോക്കിയിരിക്കുക, വായിച്ചു തരാം. ജോഡോ ആർ വാക്യ ലിഖെ, ജോഡിനാന്ന് വെച്ചാൽ ചേർക്കുക, യോജിപ്പിക്കുക എന്നൊക്കെയാണ്. വാക്യ ലിഖെ, തന്നിരിക്കുന്ന കോളങ്ങൾ 1, 2 ബോക്സ്, 3ാമത്തെ റൗണ്ടിങ്, 4ാമത്തെ വീണ്ടും ഒരു ബോക്സ് വന്നിരിക്കുന്നു. ഈ 4ഉം കൂടെ എന്ത് ചെയ്യണം? യോജിപ്പിച്ച് നമ്മൾ ഒരു വാക്യമായിട്ട് മാറ്റണം. അത് 3ാമത്തെ കോളത്തിൽ ഓർഡർലെസ് ആയിട്ട് തന്നിരിക്കുക, ഓർഡറാക്കി വേണം സെൻറ്റൻസ് എഴുതുമ്പോൾ എഴുതാൻ. മനസ്സിലായി കാണുമല്ലോ. 1ാമത്തെ നമുക്ക് നോക്കാം. സൂരജ്, പേട്, ബാദൽ എന്ന് തന്നു. 2ാമത്തെ കോളം ദുനിയാക്കോ എന്നാണ്, ലോകത്തിനെ. 3ാമത്തെ കോളം പാനി, ജലം, ഊർജ. അടുത്ത നോക്കിയേ, ഫൂലെ, അറിയാലേ വാക്കുകളെല്ലാം. നേതാഹെ, നൽകുന്നു. അപ്പോൾ നമ്മൾ ഇത് 4ഉം കൂടെ യോജിപ്പിച്ച് കൊടുക്കുക. 1ാമത്തെ നോക്കിയേ, സൂരജ്. അടുത്ത എഴുതണം ദുനിയാക്കോ, സൂര്യൻ എന്താ ദുനിയായ്ക്ക് നൽകുന്ന ഊർജ, അത് വേണം അതിൻ്റെ കൂടെ എഴുതാൻ. ഊർജ ദേതാഹെ. നോക്കുക, ഞാൻ സെൻറ്റൻസായിട്ട് താഴെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കിയിരിക്കുക. സൂരജ് ദുനിയാക്കോ ഊർജ ദേതാഹെ, എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ആഡ് ചെയ്യണം കേട്ടോ. 2ാമത്തെ നോക്കിയേ, പേട്, മരം. ദുനിയാക്കോ, ലോകത്തിന്. പേടെന്താ നൽകുന്നത്? ഫൂൽ ദേതാഹെ എന്നെഴുതുക. അതും ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കിയിരിക്കുക. പേട് ദുനിയാക്കോ ഫൂല് ദേതാഹെ. 3ാമത്തെ വാക്ക് നോക്കിയേ, ബാദൽ. ബാദൽ എന്ന് വെച്ചാൽ മേഘം. ബാദൽ ദുനിയാക്കോ എന്താ നൽകുന്നത്? പാനി അല്ലേ? പാനി ദേതാഹെ. ബാദൽ മേഘം ലോകത്തിന് ജലം നൽകുന്നു. ഇത് എഴുതി വച്ചിരിക്കുന്ന അതുപോലെ ബാദൽ ദുനിയാക്കോ പാനി ദേതാഹെ, അങ്ങനെ വേണം എഴുതി കൊടുക്കാൻ കേട്ടോ. മനസ്സിലായല്ലോ. നെക്സ്റ്റ് നോക്കിയേ, ജീവൻ കാ ആധാറാണ്. ദേ ഇവിടെ കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ പിക്ചറിൻ്റെ വാക്കുകൾ എന്താണ്, ഹിന്ദി വേർഡ് എന്താണോ അത് ആ വാക്ക് തന്നിരിക്കുന്ന ബോക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് സൂര്യൻ്റെ പടമാണ് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം സൂരജ്, സൂര്യ എന്ന് എഴുതാം. അത് ശരിയാണ് കേട്ടോ. നിങ്ങൾക്കിവിടെ തന്നിരിക്കുന്നത് സൂരജ് എന്നാണ്, പോയത്തിൽ നമുക്കത് എഴുതുന്നു സൂരജ്. 2ാമത്തെ മരം, പേട് അല്ല ദർക്കത്ത് എന്ന് എഴുതിയാലും ശരിയാണ്. കൊച്ചുവാക്ക് പേടാണ്, അതുകൊണ്ട് പേട് എന്ന് എഴുതുക. 3ാമത്തെ വാക്ക് നോക്കിയേ, ബാദൽ. ബാദൽ എന്ന് വെച്ചാൽ മേഘം എന്ന് എഴുതിയാലും ശരിയാണ്. ഓക്കെ, നോക്കിയേ, സൂരജ്, പേട്, ബാദൽ, അങ്ങനെ എഴുതുക. മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാൻ നോക്കിയിരിക്കണം. ആശയ പടേ ആറെ പങ്ക്തിയാം ഠുണ്ടെ, ഇതെല്ലാം പരീക്ഷയ്ക്ക് വരും കേട്ടോ. താഴെ തന്നിരിക്കുന്ന ആശയം വായിച്ചിട്ട് അതിൻ്റെ പങ്ക്തികൾ, വരികൾ പോയത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. അതാണ് ചോദ്യം. തന്നിരിക്കുന്ന ആശയങ്ങൾ ദേ ഇവിടെ ഉണ്ട്, 2 എണ്ണമാണ്. 2 പോയിൻറ്റ്സ് ഇട്ട് 2 ആശയങ്ങൾ തന്നിരിക്കുന്നു. എന്നൊക്കെ കവി ചാഹ്താ ഹേ, കവി ആഗ്രഹിക്കുന്നു എന്ന് കൊടുത്തിട്ടാണ് തന്നിരിക്കുന്നത്. നമ്മൾ എഴുതുമ്പോൾ അങ്ങനെയാണ് ലൈൻസ് എഴുതുന്നത് കേട്ടോ. കവി ചാഹ്താ ഹേ സൂരജ്, അങ്ങനെ എഴുതിപ്പോവും. അതുകൊണ്ടാണ് ആദ്യം അവർ അങ്ങനെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയെന്നേ, സൂരജ് അപ്പനി ഊർജാസെ പ്യാർ കരേ, സൂര്യൻ അതിൻ്റെ ഊർജ എന്ന് വെച്ചാൽ ചൂടിനെ സ്നേഹിക്കുന്നു. ഔർ സംസാർക്കോ ഊർജ പ്രദാൻ കരേ, അങ്ങനെ സൂര്യൻ എന്ത് ചെയ്യുന്നു? ചൂടിനെ, അതിൻ്റെ സ്വയം സൂര്യനെ അല്ലെ ചൂടിനെ സ്നേഹിക്കുന്നു.
വളരെ അധികമാണ് സ്നേഹിക്കുന്നത്. അത് ആർക്ക് വേണ്ടി പ്രദാനം ചെയ്യുന്നു? ലോകത്തിന് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് അവർ തന്ന ആശയം. ഈ ആശയം വരുന്ന വരികൾ പോയത്തിൽ ഉണ്ട്. ഞാൻ ഇവിടെ മുകളിലേക്ക് തന്നെ ആഡ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റാൻസയാണ് പോയത്തിൻ്റെ, അതാണ് എഴുതി കൊടുക്കേണ്ടത്. നോക്കി നമുക്ക് വായിക്കാം. സൂരജ് അപ്പനി ആഗ്സേ, സൂര്യൻ എന്ത് ചെയ്യുന്നു? അപ്പനി ആഗ്സേ, സ്വന്തം ചൂടിനെ എന്ത് ചെയ്യുന്നു? ഇത്തനാ പ്യാർക്കരെ, വളരെയധികം പ്യാർക്കരേക്ക് സ്നേഹിക്കുന്നു. സൂര്യൻ അതിൻ്റെ എന്തിനാ? സ്വന്തം ചൂടിനെ, അല്ലെ അതിൻ്റെ ചൂടിനെ വളരെ അധികം സ്നേഹിക്കുന്നുണ്ട്. വഹ് ദേ സകെ ആഗ് ദുനിയാ കോ ഫി, അതിനെന്ത് ചെയ്യുന്നു? ലോകത്തിന് ചൂട് നൽകാൻ കഴിയുന്നു. ആ സ്റ്റാൻസ വേണം എഴുതി കൊടുക്കാൻ, ആദ്യത്തെ തന്നിരിക്കുന്ന പോയിന്റ് ആണെങ്കിൽ. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ. മേഘ അപ്പനെ പാനീസേ, മേഘം അതിൻ്റെ ജലം കൊണ്ടേ, അല്ല ജലത്തെ, പ്യാർക്കരെ സ്നേഹിക്കുന്നു. മേഘം അതിൻ്റെ ജലത്തെ എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. ആറ് പ്രകൃതിക്ക് പ്യാസ് ബുച്ചാത്ത, എന്നിട്ട് പ്രകൃതിയുടെ പ്യാസ് എന്ന് വെച്ചാൽ ദാഹം ഇല്ലാതാക്കുന്നു, അല്ലെ ശമിപ്പിക്കുന്നു. ബുച്ചാന ശമിപ്പിക്കുക, ഇല്ലാതാക്കുക എന്ന വാക്കാണ്. ശരിക്കും ബുച്ചാന ശമിപ്പിക്കുക എന്ന വാക്കാണ് ഒന്നുകൂടെ ക്ലിയർ കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുന്നത്? മേഘം അതിൻ്റെ ജലത്തെ സ്നേഹിക്കുന്നു, അതിനോടൊപ്പം തന്നെ പ്രകൃതിയുടെ പ്യാസിനെ, പ്യാസ് എന്ന് വെച്ചാൽ ദാഹത്തെ ശമിപ്പിക്കുകയും ചെയ്യുന്നു. ആ അർത്ഥം വരുന്ന സ്റ്റാൻസ കണ്ടെത്തി എഴുതുക എന്നാണ് തന്നിരിക്കുന്നത്. അത് നോക്കിയേ, നമ്മുടെ പോയത്തിലെ മൂന്നാമത്തെ സ്റ്റാൻസയാണ് തന്നിരിക്കുന്നത്. ബാദൽ, ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ബാദൽ അപ്പനെ ജൽ സേ, ബാദൽ മേഘം അതിൻ്റെ ജലത്തെ, ഇത്തന പ്യാർ കരേക്ക് എന്ത് ചെയ്യുന്നു? വളരെയധികം സ്നേഹിക്കുന്നു. വഹ് ദേ സകെ ജൽ, അതിനെ നൽകാൻ കഴിയുന്നു. ദുനിയാ കോഫി, അതിനെ നൽകാൻ കഴിയുന്നു. ആരെയാ? ജലത്തെ, ലോകത്തിന് വേണ്ടിയും, അല്ലെങ്കിൽ ലോകത്തിന് അതിന് ജലം നൽകാൻ കഴിയുകയും ചെയ്യുന്നു. ആ ഒരു സ്റ്റാൻസ വേണം അതിന് എഴുതി കൊടുക്കാൻ, രണ്ടാമത്തെ പോയിന്റ് ആണെങ്കിൽ. അപ്പം ഇങ്ങനെ ഒരെണ്ണം തീർച്ചയായിട്ടും എക്സാമിന് ചോദിക്കും. മനസ്സിലായി കാണുമല്ലോ, പഠിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. യേ ദുനിയാക്കോ കൈസെ പ്യാർ കരെങ്കെ, ഇവ ലോകത്തെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? അപ്പനെ വിചാർ കരെ, അത് നിങ്ങളുടെ വിചാരം എഴുതുക. അപ്പം 3 റൗണ്ടിങ്ങിനകത്ത് തന്നിട്ടുണ്ട് സൂരജ്, പേട്, ബാദൽ എന്ന്. എന്നിട്ട് അതിൻ്റെ റൈറ്റിലേക്ക് നോക്കിയ കോളങ്ങൾ തന്നിരിക്കുന്നു. ഓരോന്നിനും 3 കോളം വെച്ചാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെയായിട്ട് 3 വേർഡുകൾ എഴുതി കൊടുക്കണം. സൂരജിൻ്റെ സൂര്യൻ എന്തൊക്കെയാണ് പ്രദാനം ചെയ്യുന്നത്? ഊർജ, പ്രകാശ്, താപ്. സൂര്യൻ എന്തൊക്കെ പ്രദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ നൽകുന്നു, തരുന്നു? ഊർജം, പ്രകാശം, അറിയാലോ, വെളിച്ചം, താപച്ചൂട് എന്നിവ നൽകുന്നു. ആ 3 അതിനുവേണ്ടി എഴുതുക. നെക്സ്റ്റ് പേടാണ്. പേടിനും വീണ്ടും 3 കോളം കണ്ടില്ലേ? പേട് എന്തൊക്കെ നൽകുന്നു? ഫല്, ഫൂല്, ഛായ. ഫൽ എന്ന് വെച്ചാൽ എന്തുവാ? ഫലങ്ങൾ, പൂക്കളെ, ഫൂൽ എന്ന് വെച്ചാൽ പൂക്കൾ, ഛായ നിഴൽ, അല്ലെ തണൽ എന്നിവ നൽകുന്നു. ഛായ എന്ന് വെച്ചാൽ ഷാഡോ, തണലാണ് കേട്ടോ, നിഴൽ എന്നൊക്കെ പറയും. അപ്പോൾ എന്നിവ നൽകുന്നു. നെക്സ്റ്റ് ബാദൽ. ബാദൽ എന്ന് വെച്ചാൽ മേഘം. എന്തൊക്കെയാ? വർഷ, മഴ, പാനി, ഠണ്ടി. ഠണ്ട എന്ന് വെച്ചാൽ തണുപ്പ്. അപ്പം എന്തൊക്കെയാണ്? വർഷ, മഴ നൽകുന്നു, പാനി ജലം, ഠണ്ടി തണുപ്പ് നൽകുന്നു, മേഘം എന്നിവ എഴുതി കൊടുക്കണം. മനസ്സിലായോ? ഇതാണ് നിങ്ങൾ ഇതിനകത്ത് തന്നെ ചെയ്യേണ്ട ആക്ടിവിറ്റി. നെക്സ്റ്റ് തന്നിരിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ എക്സാമിന് ചോദിക്കും പോയത്തിൻ്റെ ആശയം എഴുതുക എന്ന ക്വസ്റ്റ്യൻ. 4 മാർക്കായിരിക്കും എക്സാമിന് കേട്ടോ. ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കണം എല്ലാ മക്കളും കേട്ടോ. നോക്കിയാൽ നമുക്ക് വായിക്കാം. അവിടെ ഒന്നുണ്ട്, താള ലയത്തിൽ വായിക്കാൻ പോയം, അത് കളഞ്ഞേര്. അടുത്ത കവിത കാ ആശയിലേക്ക്, ആ ക്വസ്റ്റ്യനാണ് പരീക്ഷയ്ക്ക് വരുന്നത്. കവിതയുടെ ആശയം വ്യക്തമാക്കുക എന്ന ചോദ്യം. ഞാനത് ഈ കോളം തന്നിരിക്കുന്ന കോളത്തിലേക്ക് നമ്മൾ എഴുതുവാണ്. ആദ്യം കവിത കാ ആശയ, കവിതയുടെ ആശയം. കവിതയുടെ പേരെന്തായിരുന്നു? ഖുദ് സേ പ്യാർ എന്ന കവിതയുടെ ആശയം വ്യക്തമാക്കുക, അതാണ് എഴുതിയിരിക്കുന്നത്. നോക്കിയിരിക്കണം വായിക്കുമ്പോൾ കേട്ടോ. ശ്രീ ശോഭനാഥ് യാദവിനെ ഖുദ് സേ പ്യാർ കവിത ലിഖാ ഹെ. ശ്രീ ശോഭനാഥ് യാദവാണ് ഖുദ് സേ പ്യാർ എന്ന കവിത എഴുതിയത്. എല്ലാവർക്കും മനസ്സിലായോ? ശോഭനാഥ് യാദവാണ് ഖുദ് സേ പ്യാർ എന്ന കവിത ലിഖാ ഹെ, ലിഖ്ന എഴുതിയത്. ഇസ്മേം ഇതിൽ, ഇസ്മേം എന്ന് വെച്ചാൽ ഇതിൽ, അതായത് ഈ കവിതയിൽ. പ്യാർ കെ ബാരെ മേ വർണ്ണൻ ഹെ, പ്യാർ സ്നേഹം, ബാരെ പറ്റി കുറിച്ച്, ഇതിൽ സ്നേഹത്തെക്കുറിച്ചാണ് വർണ്ണിക്കുകയും ചെയ്ത്.
അദ്ദേഹം ഇതിലെ, അതായത് കവി ഇതിലെ സ്നേഹം എന്ന വാക്കിനെ പറ്റിയാണ് വർണ്ണിച്ചത്. നെക്സ്റ്റ് നോക്കിയേ, സൂരജ് अपनी ऊर्जा पेड़ अपना फूले और बादल अपने पानी दुनिया को देता है. സൂര്യൻ അതിൻ്റെ ഊർജവും, പേട് മരം അതിൻ്റെ ഫൂലെ പൂക്കളും, ബാദൽ അതിൻ്റെ ജലവും ലോകത്തിന് ദേത്താഹെ നൽകുന്നു. മേ ഫി ഖുദ് സേ പ്യാർ കർത്താഹും, ഞാനും സ്വയം പ്യാർ കർത്താഹും സ്നേഹിക്കും. ഞാനും എന്ത് ചെയ്യുന്നു? സ്വയം സ്നേഹിക്കുകയും ചെയ്യും, എന്നെ തന്നെ സ്നേഹിക്കും. അങ്ങനെ ദൂസരോം കോഫി ദേത്താഹേ, അത് മറ്റുള്ളവർക്കും, ദൂസരോ എന്ന് വെച്ചാൽ മറ്റുള്ളവർക്കും നൽകും. ഞാൻ സ്വയം എന്നെ സ്നേഹിക്കുകയും ആ സ്നേഹം ദൂസരോം കോഫി ദേത്താഹേ മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുന്നു. ഇസി പ്രകാർ ഇതേ രീതിയിലെ ഹം ദൂസരോം കോഫി സഹായത കർത്തേ ഹൈം, ഇതേ രീതിയിൽ നമ്മൾ മറ്റുള്ളവരെയും സ്നേഹിക്കുകയും ചെയ്യണം കേട്ടോ. ഇതേപോലെ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ള ജനങ്ങളെയും പ്യാർ കർത്തേ ഹേ സ്നേഹിക്കണം. इससे हम प्रकृति को प्यार करने की सबक भी सीखते हैं. इससे ഇതുകൊണ്ട് ഹം എന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതി കോ പ്യാർ കർണേക്ക്, പ്രകൃതിയെയും സ്നേഹിക്കുക എന്ന പാഠമാണ് സീഖ്തേ ഹേ പഠിക്കുകയും ചെയ്യുന്നത്. ഈ പോയത്തിലൂടെ നാം എന്താ ചെയ്തേ? പ്രകൃതിയെയും പ്രകൃതി കോ പ്യാർ കർണ, പ്രകൃതിയെയും സ്നേഹിക്കുക എന്ന സബക്ക്, കായാണ് കേട്ടോ. സബക്ക് എന്ന് വെച്ചാൽ പാഠം, അതാണ് സീഖ്ന പഠിക്കുകയും ചെയ്യുന്നത്. ആ ഒരു പാഠമാണ് നാം പഠിക്കുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ആശയം കേട്ടോ. ഇതെല്ലാ കുഞ്ഞുമക്കളും പഠിക്കണം കേട്ടോ, ഇത് എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് പാഠം ഫുള്ള് നമുക്ക് കഴിഞ്ഞു, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പോയം പഠിച്ചു, ആക്ടിവിറ്റി എല്ലാം നോക്കി. അപ്പോൾ അടുത്ത ക്ലാസ്സിലെ അടുത്ത ചാപ്റ്റർ നമ്മൾ പഠിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.